അതെ, നമുക്കിന്നൊരു പുഡിംഗ് ഉണ്ടാക്കിയാലോ? 5 രൂപയുടെ ബൂസ്റ്റ് കൊണ്ട് ഒരു കിടിലം പുഡിംഗ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അതിന് ഞാനിവിടെ ഒരു ചായപാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ 1 ഗ്ലാസ് പാലിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന 5 രൂപയുടെ ബൂസ്റ്റ് നമുക്കെല്ലാം അതിൽ പാലിലോട്ട് തട്ടിക്കൊടുക്കാം. അതിനെ നന്നായി ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂണ് കോൺഫ്ലവറാണ് ഉപയോഗിക്കുന്നത്. കാരണം ക്വാണ്ടിറ്റി ഇത്തിരി കൂടാൻ വേണ്ടി 2 സ്പൂണ് കോൺഫ്ലവർ ഉപയോഗിക്കുന്നുണ്ട്. മധുരത്തിനായി 2 സ്പൂണ് പഞ്ചസാര കൂടെ നമുക്കിതിലേക്ക് ആവശ്യമുണ്ട്. അപ്പം 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് അതുപോലെ തന്നെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിലേക്ക് 1 സ്പൂണ് പാൽപ്പൊടി കൂടെ നമുക്ക് ആവശ്യമുണ്ട്. പാൽപ്പൊടിയും കൂടെ ഇട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓണാക്കി നമുക്ക് ആ കലക്കി വെച്ചിരിക്കുന്നത് ആ മിക്സ് ഗ്യാസിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ല വൃത്തിയായി കുറുക്കിയെടുക്കണം. അപ്പം കൈ എടുക്കാതെ തന്നെ ലോ ഫ്ലെയിമിലായെങ്കിലും കൈ എടുക്കാതെ തന്നെ കലക്കിക്കൊണ്ടിരിക്കണം. കാരണം കോൺഫ്ലവർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടി കട്ടി പിടിക്കാനും കരിഞ്ഞു പോവാനും സാധ്യതയുണ്ട്. എന്നാൽ നല്ല രീതിക്ക് തന്നെ കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് കൂടെ ആവശ്യമുണ്ട്. ആ നെയ്യ് കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് തന്നെ നന്നായി നമുക്കതിനെ ഇളക്കി യോജിപ്പിക്കണം. നെയ്യ് ഉപയോഗിച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴത്തേക്കും ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നതായിട്ട് നമുക്കത് കാണാൻ പറ്റും. കാരണം നല്ല അലുവ പോലെ ആ പാത്രത്തിൽ നിന്ന് വിട്ട് നിൽക്കുന്നത് അത് അങ്ങനെ ആ ഒരു പരുവമാണ് നമുക്ക് ആവശ്യം. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കാം. കുറച്ച് നേരം ഇതൊന്ന് തണുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഇതിനെ ഒഴിച്ച് അതിന് മുകളിലായിട്ട് ബൂസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് ഫ്രീസറിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ വെച്ച് എടുക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കതിനെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ്. കാരണം ഐസ്ക്രീം ഇഷ്ടപ്പെടുന്ന കുഞ്ഞു കുട്ടികൾക്ക് ഇത് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെയധികം അവർക്ക് ഇഷ്ടമാകും. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് മധുരത്തിനായി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. വളരെ എളുപ്പം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റുമാണ്. ഇതുപോലെ വ്യത്യസ്തമായ ഒരുപാട് റെസിപ്പികൾ എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കയറി കാണാം. അപ്പോൾ ഞാൻ പോകുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.